രാജേഷിന്റെ മകന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അതെ അതെ അതെ. ആക്ച്വലി രാജേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണലി ഞങ്ങൾ ഭയങ്കര കണക്റ്റഡാണ്. ഏഷ്യാനെറ്റിൽ ഭാര്യ സീരിയൽ ഒരു 3-4 കൊല്ലം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഹീസ് ലൈക്ക് എ മെൻറ്റോർ. അപ്പോൾ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. പിന്നെ ഞങ്ങളെ കല്യാണത്തിൽ വന്നിട്ടുണ്ട് പുള്ളി. അപ്പോൾ അതുമാത്രമല്ലാതെ ഇവരൊക്കെ ഈ ആകാശൊക്കെ ആയിട്ട് തന്നെ കാണാറില്ല, പക്ഷേ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുക. അപ്പോൾ ആകാശ് വണ്ടി മേടിക്കുമ്പോൾ വരെ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടാണ് ഒരു വണ്ടി മേടിക്കലൊക്കെ. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ കല്യാണം എന്ന് പറയാൻ പാടില്ല, ഇതൊരു എന്താ പറയുക, ഒരു അവാർഡ് നൈറ്റാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഗ്രാൻഡായിട്ടാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിത്തെ പ്രോഗ്രാമാണെങ്കിലും ഇന്നത്തെ ആണെങ്കിലും ഇന്ന് വൈകുന്നേരത്തെ ആണെങ്കിലും. സോ നോർമലി അങ്ങനെ കല്യാണം കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കാത്ത ഒരാളാണ് ഇദ്ദേഹം. വന്നു പറഞ്ഞാൽ തന്നെ ഒന്ന് അറിയാലോ. ഇത് വളരെ ട്രഡീഷണലായിട്ട് എല്ലാ ആചാരങ്ങളും ഫോളോ ചെയ്ത് നടത്തിയൊരു കല്യാണമാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ നാട് തൊട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പേരാണ് രാജേഷേട്ടൻ. അപ്പോൾ ഐ ഓൾസോ വാണ്ടഡ് ടു കം ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ കല്യാണം. ഇത് മൊത്തത്തിലൊരു ട്രഡീഷണൽ ഇതാണ്. വളരെ ഇവർ തുളു കൊങ്ങിണി ഒക്കെ മിക്സാണ്. അപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ പോലും അവർ ഫാമിലി മെമ്പേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ പറയണമെന്നുള്ളത്. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു വൈബ് തന്നെ വേറെയാണ്, വേറൊരു കൾച്ചറും വേറൊരു വൈബുമാണ്. ഭയങ്കര രസമാണ് അത്. ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 പടം ചെയ്തു. രാമബാണം, അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് 45 ഡേയ്സ് കൊണ്ട് ഫിസിക്കലി ഫിറ്റ് ആവേണ്ടി വന്നു. കാരണം ബിഗ് ബോസിൽ 92 ദിവസം നിന്നപ്പോഴത്തേക്ക് ഫിസിക്കലി ഞാൻ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ രാമബാണം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഫുള്ള് ഫിസിക്കലി ഫിറ്റായിട്ട് ആ പഴയ രൂപത്തിൽ വേണം. അപ്പോൾ ഞങ്ങൾക്ക് 45 ദിവസം സമയമുള്ളൂ സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. എന്നിട്ട് രാമബാണം, ഗോപിചന്ദാണ് ഹീറോ, ആ ഒരു പടം ചെയ്തു. അതിപ്പോൾ റിലീസായി നല്ല ഇതൊക്കെ ആയിരുന്നു. പിന്നെ OTTയിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ ലാംഗ്വേജസിലും വന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് പണിയുടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. വീണ്ടും അടുത്ത പടം ചെയ്തു, പ്രഭാസിൻ്റെ കൂടെയാണ്. പ്രഭാസ്, സഞ്ജയ് ദത്ത്, ഡയറക്ടർ മാരുതി. അപ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം, ഒരു 450 CR ഒരു പ്രൊജക്റ്റാണ്. പടത്തിൻ്റെ പേര് രാജാ സാബ് എന്നാണ്. അത് ഈ ഏപ്രിൽ 20-നാണ് റിലീസ്. അപ്പോൾ അതിലൊരു എല്ലാത്തിലും വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. വില്ലൻ ക്യാരക്ടറേ ചെയ്യൂ. അപ്പോൾ ഞാൻ മമ്മൂക്കൻ്റെ വില്ലനായിട്ടും ലാലേട്ടൻ്റെ വില്ലനായിട്ടും പൃഥ്വിരാജിൻ്റെ വില്ലനായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിരിക്കും മിക്കവാറും മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പുറത്താണ് കളി. അതാണ് ഇവിടെ കാണാത്തത്. ഇതെൻ്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയാണ് രാജാസാബ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ കാണാം.